പാവപ്പെട്ടവരിലും നിരാലംബരിലും വിധവകളിലും പക്ഷം ചേരുന്ന യേശുവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് പാലാരൂപതയിലെ കാനാട്ടുപാറ മരിയ സദനിലെ വിശേഷങ്ങളുമായി നിത്യസാന്ത്വനം പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, മരിയ സദനത്തിൻ്റെ പരിശുദ്ധമായ ചാപ്പലിലാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. നമ്മളിപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് എല്ലാ അനുഗ്രഹങ്ങളുടെ നിറവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ മരിയ സദനത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുവാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. 25-ലധികം വർഷങ്ങളായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് സന്തോഷം എന്ന് പറയുന്ന കാരുണ്യനിധിയായ ഒരു വ്യക്തി തൻ്റെ മനസ്സിൽ നിന്നും രൂപപ്പെട്ട ആശയങ്ങളുടെ പശ്ചാത്തലത്തിൽ അവഗണിക്കപ്പെട്ടവരെയും മാനസികമായിട്ട് വഴികളിലൂടെ കടക്കുന്നവരെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ തോതിൽ ആരംഭിച്ച ഈ ഭവനം ഇന്ന് 25 വർഷങ്ങൾക്കും അപ്പുറം നമ്മൾ നിൽക്കുമ്പോൾ 550-ലധികം ആളുകൾ ഇവിടെ അന്തേവാസികളായിട്ട് സന്തോഷിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ സ്നേഹപരിചരണത്തിൻ്റെ കീഴിൽ സന്തോഷപൂർവ്വം ജീവിക്കുന്നുവെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. വലിയൊരു ത്യാഗമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്കറിയാം. രോഗികളായിരിക്കുന്നവർ, മാനസികമായിട്ടുള്ള വെല്ലുവിളികളുള്ളവരെല്ലാം ഇത്രയും പേരെ ഇവിടെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ അധ്വാനവും ദൈവകൃപയുമൊക്കെ വളരെ വലുതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ വലിയൊരു കൃപയുടെ തണലിലാണ് ഈ സ്ഥാപനം ഇത്രയും കാലം വളർന്നു വന്നതും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതുമല്ല. സുമനസ്സുകളായ ഒരുപാട് ആളുകളുടെ സഹകരണവും സാമ്പത്തികമായിട്ടും അതുപോലെ പ്രേക്ഷിത വേലയ്ക്കായിട്ടും ശുശ്രൂഷയ്ക്കായിട്ടും എല്ലാം ഉള്ളവർ നല്ല ആളുകളുടെ സേവനവുമെല്ലാം ഈ സ്ഥാപനത്തിന് ലഭിക്കുന്നത് കൊണ്ടാണ് ഇത്രയേറെ കൃത്യമായിട്ട് ഈ ശുശ്രൂഷകൾ ഇവിടെ നിർവഹിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ വലിയൊരു കൂട്ടായ്മയുണ്ട്, സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഈ സ്ഥാപനം ഇവിടെ നടന്നു പോകുന്നത്. മാസത്തിലൊരിക്കലൊക്കെ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. മുണ്ടാംകുളം ഇടവകയുടെ കീഴിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് മുണ്ടാംകുളം ഇടവകയിൽ നിന്നുള്ള വൈദികരുടെ ശുശ്രൂഷ, ആത്മീയമായിട്ടുള്ള കുദാശകൾക്കുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ മറ്റ് വൈദികർ ഇവിടെ ബലിയർപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനാപൂർവമായൊരു ചൈതന്യവും അന്തരീക്ഷവും എല്ലാം ഇവിടെ നിലനിൽക്കുന്നതും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ പിന്നിലെ വലിയൊരു രഹസ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഈ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ സന്തോഷിനെയും കുടുംബത്തെയും ഇവിടെ പ്രേക്ഷിത വേല ചെയ്യുന്നവരെ എല്ലാം പ്രത്യേകം അനുമോദിക്കാനും ദൈവത്തിൻ്റെ കൃപയ്ക്ക് സമർപ്പിക്കുവാനും എല്ലാം എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനം ഇനിയും നന്നായി വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊള്ളുന്നു. ഈശോ മിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പേര് സന്തോഷ് ജോസഫ്. ഞങ്ങൾ പാലായിൽ, കോട്ടയം ജില്ലയിൽ പാലായിൽ മരിയ സദനം എന്ന പേരിലുള്ള മാനസികാരോഗ്യ പ്രതിവാസ കേന്ദ്രം നടത്തുകയാണ്. എൻ്റെ ഭാര്യ മിനി, എനിക്ക് 5 പെൺമക്കളാണുള്ളത്. ഞങ്ങളുടെ വീടാണ് ഇത്. അപ്പോൾ എനിക്കൊരു 3 കുട്ടികളുള്ള സമയത്ത് ആണ് ഒരാളെ വീട്ടിൽ സ്വീകരിക്കുന്നത്. അതിനിടയായ പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറയാം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ വിദ്യാഭ്യാസവും രീതികളൊക്കെ എന്ന് പറഞ്ഞാൽ 12 വർഷം കൊണ്ടാണ് 10ാം ക്ലാസ്സിലെത്തിയത്. എന്നിട്ട് ആ സ്കൂളിൽ എഴുതാനും പറ്റിയില്ല. കാരണം ആ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ എഴുതുന്ന എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ്സാണ്. പിന്നീട് പ്രൈവറ്റായിട്ട് പഠിച്ചാണ് 10ാം ക്ലാസ് പാസ്സായി. സെൻറ് തോമസ് കോളേജിൽ 1.5 വർഷം പ്രീ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. ആ പാടെയുള്ളത് 10ാം ക്ലാസ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് പോവുക. അങ്ങനെ ഫാദറിൻ്റെ ബിസിനസ് റബ്ബറിൻ്റെ കച്ചവടമായിരുന്നു. ഫാദറിൻ്റെ കൂടെ കൂടി പിന്നീട് സ്വന്തമായിട്ട് ലൈസൻസ് എടുത്ത് ഇവിടെ താഴത്തെ പാലായിലൂർ ജംഗ്ഷനിൽ കട തുടങ്ങി. റബ്ബറിൻ്റെ വിലയിടവും കാര്യങ്ങളൊക്കെ വീതം പല സ്ഥലങ്ങളിലും മാറി മാറി ചെയ്തെങ്കിലും എല്ലാം പൊളിഞ്ഞു തരിപ്പണമായി. ആ സമയത്ത് എൻ്റെ അമ്മ എന്നെ പോട്ടയാശ്രമത്തിൽ ധ്യാനിക്കാൻ കൊണ്ടുപോയി. ഞങ്ങളവിടെ പോട്ടയിലെ ധ്യാനം കൂടി. അത് കഴിഞ്ഞ് മുരിങ്ങൂർ പോയിട്ട് ഒരാഴ്ചത്തെ ധ്യാനം കൂടി. പിന്നീട് അതൊരു ധ്യാനങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു. IMSൽ പല പല സ്ഥലങ്ങളിൽ പോയി 10-15-ലധികം ധ്യാനങ്ങൾ ആ കാലഘട്ടങ്ങളിൽ കൂടിയിട്ടുണ്ട്. പിന്നീടായിരുന്നു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. അത് വേണ്ട നഷ്ടപ്പെട്ട രീതി വന്നപ്പോഴേക്കും ഒന്നുകൂടെ പ്രാർത്ഥനയിലേക്ക് ശക്തമായി. കാരണം ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതാനുഭവം ഉണ്ടാകുന്നത്. നമുക്കറിയാലോ, വലിയ പ്രളയങ്ങൾ അല്ലെങ്കിൽ വലിയ അസുഖങ്ങൾ
അല്ലെ സാമ്പത്തിക ക്രൈസിസ് ഒക്കെ വരുമ്പോഴാണ് ദൈവത്തിലേക്ക് മനുഷ്യർ കൈവിട്ട് ആശ്രയിക്കുന്നത്. അങ്ങനെ ദൈവത്തിലേക്ക് കൈവിട്ട് ആശ്രയിക്കാൻ വേണ്ടി ഞങ്ങൾ 60 പേര് കൂടി ഒരുമിച്ച് ഇരുന്നൊരു 3 ദിവസം ഭക്ഷണമില്ലാതെ, എൻ്റെ അമ്മയും അപ്പനും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ 3 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ലീഡർ എന്നോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, ബൈബിൾ എടുത്ത് വായിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായമാണ്. അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: യഥാർത്ഥ ഉപവാസം. പിതാവായ ദൈവം യെശയ്യാ പ്രവാചകനോട് പറയുകയാണ്, ഉപവസിച്ചുകൊണ്ടിരിക്കുന്നവരോട് ആവുന്നത്ര ഉച്ചത്തിൽ പോയി നീ പറയുക, ഇതല്ല ഉപവാസം. വിശക്കുന്നവനുമായ ആഹാരം പങ്കുവയ്ക്കുന്നതും നഗ്നനെ ഉടുപ്പിക്കുന്നതും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുന്നതും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുന്നതും ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുന്നതും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുന്നതുമല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. അതേറെ ചിന്തിപ്പിച്ചു. തൊട്ടടിയിൽ എഴുതിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ മനുഷ്യർക്ക് ദുഷ്കരമായ കാര്യം തന്നെയാണ് ചെയ്യാൻ. അപ്പോൾ അതിന് താഴെ പറഞ്ഞിരിക്കുന്നത്, ഇപ്രകാരം നീ ചെയ്താൽ, നീ വിളിച്ചാൽ ഇതാ ഞാൻ അന്ന് ഉത്തരമരുളും, നിന്റെ മുൻപിലും പിന്നിലും നിനക്ക് ഞാൻ സംരക്ഷണം നൽകും, നനച്ചു വളർത്തുന്ന പൂന്തോട്ടം പോലെ ആയിരിക്കും നീ, പിന്നെ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളുടെ സവാരി ചെയ്യിക്കും, യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ സംതൃപ്തനാക്കും. ആ ഒരു വചനം മനസ്സിൽ തട്ടിയപ്പോൾ അത് എന്നെപ്പറ്റി പറഞ്ഞു. പിന്നീട് മനസ്സിൽ എന്തെങ്കിലും ചെയ്യണമെന്നായി. അങ്ങനെ പാലാ ടൗണിൽ അലഞ്ഞു തിരിയുന്ന മാനസിക രോഗികളായ സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് നല്ലൊരു 3 നേരത്തെ ഭക്ഷണം കൊടുത്ത് ഒരു ദിവസം അവരോടുകൂടി ആയിരിക്കാം എന്ന് വിചാരിച്ചു. അവരാരും വരാൻ തയ്യാറായില്ല. അതിന് കാരണം അന്ന് ഭിക്ഷാടനം നടത്തിയാൽ 250 രൂപയാണ് കിട്ടുന്നത്. അവരത് കളഞ്ഞിട്ട് വരില്ല. അപ്പോൾ ഒരു 3-4 പേര് വരിക എന്ന് പറഞ്ഞ് അവരിലെ കുറേ പേരെ ക്ഷണിച്ചു. അവർ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്ക് അത് 60-70 പേരാണ്. പൈസ കിട്ടുമെന്ന് കണ്ടുകൊണ്ട് അവർ വന്നത്. അപ്പോൾ അവർക്കെല്ലാം ആഹാരമൊക്കെ കൊടുത്ത് നല്ല സന്തോഷമായിട്ട് പിരിയാൻ തുടങ്ങുന്ന സമയത്ത് ആകാശപ്പറവുകളുടെ പിതാവായ കുറ്റിക്കലച്ചൻ്റെ ഒരു ശിഷ്യന് അവിടെ ഉണ്ടായിരുന്നു. കുറ്റിക്കലച്ചൻ്റെ ധ്യാനം ഞാൻ കൂടിയിട്ടില്ലെങ്കിലും ആ ടീമിൻ്റെ ഒത്തിരി സാന്നിധ്യവും അച്ഛൻ്റെ പ്രസംഗങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. അച്ഛനെ നേരിട്ട് ഒരിക്കലൊരു പരിചയമുണ്ട് താനും. അച്ഛൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് വെച്ച് എന്നെ കണ്ടപ്പോൾ ഒരു കുരിശിൻ്റെ വഴിയുടെ സമയത്ത് ഞാൻ ഇടയ്ക്ക് വെച്ച് മടങ്ങാൻ തുടങ്ങിയപ്പോൾ തലേ കൈ വെച്ചിട്ട് പറഞ്ഞു, മോനെ നിനക്ക് ശുശ്രൂഷാപരമാണ് ദൈവം തരുന്നത്. അപ്പോൾ എനിക്ക് അന്നേരം മനസ്സിലായില്ല എന്താണ്. അപ്പോൾ അങ്ങനെ കുറ്റിക്കലച്ചൻ്റെ ശിഷ്യനായ സണ്ണിച്ചൻ പറയാണ്, എങ്ങനെയുണ്ട് പരിപാടി? ഞാൻ പറഞ്ഞു, 10-70 ഭിക്ഷാടകർ വന്നു, അവർക്ക് ആഹാരം കൊടുത്തു, വലിയൊരു വിജയമാണ് പരിപാടി. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അവരിൽ വസിക്കുന്ന ഈശോയെ തിരിച്ചറിയാൻ നിനക്ക് കഴിഞ്ഞു? നിന്നിൽ വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യം അവർക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഇത് രണ്ടും ദുഷ്കരമാണ്. കാരണം അവരൊന്നും നമ്മൾ പറയുന്ന രീതിയിൽ വരുന്നവരല്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ അച്ഛൻ ചെയ്യുന്ന പോലെ ഓരോരുത്തരുടെയും കാലുകൾ ചുംബിക്കണം, അവരെ കെട്ടിപ്പിടിക്കണം. ഞാൻ പറഞ്ഞു, സണ്ണിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ പിന്നെ സണ്ണിച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെയോ എനിക്ക് അതിനുള്ളൊരു മനസ്ഥിതി വന്നു. ഞാൻ ഒരാളുടെ മുൻപിൽ മുട്ടുകുത്തി. അതൊരു കുഷ്ഠരോഗം ഉണ്ട ഒരാളായിരുന്നു. അയാളുടെ കാലിലൊന്നും വിരലുകളില്ല. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് വീണ്ടും പറയുകയാണ്, ഇതാണ് ഈശോയുടെ കാല്, കെട്ടിപ്പിടിച്ചോളാൻ. അങ്ങനെ ഞാൻ ആ മനുഷ്യൻ്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ചു. അയാൾ എന്നെ പൊക്കി, മുറി വിരൽ കൊണ്ട് പൊക്കി, കക്ഷത്തിൽ കൈയിട്ട് പൊക്കി എടുത്തിട്ട് പുള്ളി തമിഴിൽ എന്നെ വിളിച്ചത് ആണ്ടവർ യേശുവേ സ്തോത്രിപ്പേന്ന്. അതൊരു കെട്ടിപ്പിടുത്തമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഉരുണ്ട് നിലത്ത് വീണു. പുള്ളി പിടിവിടാതെ എന്നെ പിടിച്ചെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അനുഭവമാണ് വാസ്തവത്തിൽ മരിയസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം. അപ്പോഴും എനിക്ക് മരിയസ്ഥാനം തുടങ്ങാൻ പോകാമെന്നോ ഇങ്ങനൊരു ശുശ്രൂഷ എനിക്ക് ചെയ്യേണ്ടി വരുമെന്നോ ഞാൻ വിചാരിച്ചിരുന്നില്ല. പിന്നീട് പല ഘട്ടങ്ങളിലായി പല പ്രാർത്ഥനകൾ നടത്തി. അതിനകത്തുനിന്ന് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, എന്നെ എന്തിനാ തിരിച്ചു വിടുന്നത്? എല്ലാ പ്രാവശ്യവും കൊണ്ടുവരും, പിന്നെയും വഴിയിലേക്ക് വിടും. എനിക്ക് കിടക്കാൻ സ്ഥലം തരാമെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ പരിപാടിക്ക് ഞാൻ വരുള്ളൂ. അങ്ങനെ തോമസ് എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ നിർത്തേണ്ട സാഹചര്യം വന്നു. അപ്പോൾ മിനി 3ാമത്തെ കുട്ടിക്ക് ഗർഭം ധരിച്ചിരിക്കുന്ന സമയമാണ്. ഞാൻ മിനിയോട് ഇങ്ങനെ പറഞ്ഞു, നമ്മളോട് ഇപ്പോൾ ഈശോയാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക, ഞാൻ നിൻ്റെ വീട്ടിൽ നിൽക്കട്ടെ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ അതാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ സമ്മതിച്ചു. അങ്ങനെ 2-3 മാസം തോമസേട്ടൻ്റെ വീട്ടിൽ ആരും അറിയാതെ താമസിപ്പിച്ചു. പിന്നീട് ഇത് അറിഞ്ഞ് വന്ന് 1, 2, 3 പിന്നെ പെട്ടെന്ന് ഇതങ്ങ് വളർന്നു. ഏതാണ്ട് ഒരു 6 മാസം കൊണ്ട് 40ഓളം പേരായി. പിന്നെ എന്നാൽ ഇതങ്ങ് ചെയ്താക്കാന്നങ്ങ് തീരുമാനിച്ചു. ആൾക്കാർ പതുക്കെ എതിർപ്പുകൾ പ്രകടിപ്പിച്ചു തുടങ്ങി. മറ്റു ചിലർ സഹായിക്കാൻ വന്നു. അങ്ങനെ ഇത് ഇപ്പോൾ ഇവിടെ 27 വർഷം നിൽക്കുമ്പോൾ 10,000-ൽ പരം ആളുകളെ ശുശ്രൂഷിക്കാനും മാനസികാരോഗ്യ പുനരധിവാസ രംഗത്ത് നൂതനമായ പുതിയ പല ചുവടുകൾ വയ്ക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്.
ഏകദേശം 8 മാസക്കാലമായിട്ട് ഇവിടെ സ്റ്റാഫ് നഴ്സായിട്ട് മരിയ സദനത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കഴിയുന്നു. ലോർഡ്സ് ഹോസ്പൈസ് എന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റാണിത്. ഇവിടെ ഏകദേശം 9 സഹോദരന്മാരുണ്ട്. ഈ 9 സഹോദരന്മാരും കിടപ്പ് രോഗികളാണ്. അവർക്ക് എല്ലാവിധ കെയറും എല്ലാവിധ ദൈനംദിന കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനപ്പുറത്ത് ലേഡീസിൻ്റെ സെക്ഷനുണ്ട്. അവിടെയും ഇതേപോലെ പേഷ്യൻസ് ഉണ്ട്. അവരും ബെഡ് റിഡൻ പേഷ്യൻസ് ആണ്. എല്ലാ കെയറും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടവരാണ്. ഇവരിൽ ചിലരെയൊക്കെയെങ്കിലും ബന്ധുക്കൾ വന്ന് കാണാറുണ്ട്. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഒറ്റപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരാണ്. ഇവർക്കൊന്നും ഒരു കുറവുകളും കൂടാതെ അവർ ഏറ്റവും സന്തോഷത്തോടു കൂടി അവരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. സന്തോഷ് സാർ ഇവരുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും അദ്ദേഹം ചോദിച്ചറിയാറുണ്ട്. എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം? ഞങ്ങൾക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, സിന്ധുകുമാർ എന്ന് പറഞ്ഞിട്ട്, ബീഹാറിയായിരുന്നു അദ്ദേഹം. ചെറിയ കുട്ടിയാണ്, 24 വയസ്സ്, ചെറു പ്രായക്കാരനാണ്. അപ്പം സ്പൈനൽ ഇഞ്ചുറി ആയിട്ട് ബെഡ് റിഡൻ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തും ഈ അടുത്ത കാലത്ത് മരിക്കുകയുണ്ടായി. പലപ്പോഴും സിന്ധുവിനോട് ചോദിക്കുമ്പോൾ സിന്ധു പറയാറുണ്ടായിരുന്നു, ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറയാറുണ്ടായിരുന്നു. ഓർക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് അതുപോലെ അവരെ കെയർ ചെയ്യാറുണ്ട്. സാർ അവൻ്റെ ഓരോ ആഗ്രഹങ്ങളും പലപ്പോഴും ഇഷ്ടമുള്ള ഭക്ഷണം എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ അത് എത്തിച്ചു കൊടുക്കാനും ഒക്കെ കാണിക്കുന്ന ഒരു വലിയ മനസ്സ് നമ്മൾ ഇവിടെ പ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് എന്ന നിലയിൽ ഏറെ അഭിമാനമുണ്ട്. അപ്പം ഇവരെയൊക്കെ നമ്മുടെ ഒരു കുടുംബത്തെ പോലെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പലപ്പോഴും. നമ്മുടെ ആരൊക്കെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില തിരിച്ചറിവുകൾ ഒരു സ്റ്റാഫിനെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു സമയമാണ്. എപ്പോഴും വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് സംഭവിക്കാം, നാളെ നമ്മൾ എന്താകും എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഇവിടെ നിന്നും ലഭിക്കാറുണ്ട്. പിന്നെ ബന്ധുക്കളിൽ ചിലരൊക്കെ മരണസമയത്തൊക്കെ കടന്നു വരുമ്പോൾ അവരുടെ വാക്കുകളൊക്കെയും പലപ്പോഴും നമുക്കൊരു തിരിച്ചറിവായിട്ട് തോന്നാറുണ്ട്. കുറേ കാലത്തോളം ഇവിടെ കിടന്ന് നമ്മൾ ശുശ്രൂഷ ചെയ്ത സമയത്തൊന്നും വരാത്തവർ ചിലപ്പോൾ മരണസമയത്തായിരിക്കും ഒന്ന് കടന്നു വരുന്നത്. അപ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മൾ അവരെ കാണുന്നത്. എന്നിരുന്നാലും ഏറെ നല്ല രീതിയിൽ അവരുടെ ഓരോ കാര്യങ്ങളും നടന്നു പോകാറുണ്ട്. ഞാൻ സന്തോഷവാനാണ് എന്ന് പറയാറുണ്ട് സിന്ധു ഒക്കെ, പലപ്പോഴും പറയാറുണ്ട്. അപ്പം അത്തരത്തിൽ പറയാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ് വലിയ കാര്യം. അതിനു വേണ്ടിയിട്ട് തന്നാലാവും വിധം എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന സന്തോഷ് സാറും കുടുംബവും ഒപ്പം ഈ ഒരു കുടക്കീഴിൽ നിലനിന്ന് പോകുന്ന എല്ലാ സ്റ്റാഫും, ഇവിടെ ഞാൻ മാത്രമല്ല 2-3 സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഇവരെ ഏത് രീതിയിൽ പരിപാലിക്കുന്നു എന്നതിലൂടെയാണ് ഇവരുടെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത്. നമുക്കും അതൊരു സന്തോഷമാണ്. മരിയസദനത്തിലൊരു സൈക്കാട്രിസ്റ്റാണ്. കുറച്ച് നാളായിട്ട് ഞാനിവിടെ വിസിറ്റ് ചെയ്യുകയും നമ്മുടെ ഇവിടുത്തെ പേഷ്യൻസിനെ കാണുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മരിയസദനത്തിലെ സന്തോഷേട്ടനെയൊക്കെ വർഷങ്ങളായിട്ട് അറിയാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് ഇവിടെ എത്തിയത്. ഞാൻ ഇതുകൂടാതെ ശരിക്കും പ്രൈവറ്റ് സെക്ടറിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കാട്രിസ്റ്റാണ്. അപ്പം പല സെറ്റിങ്ങിലും നമ്മുടെ രോഗികളും അവരെല്ലാം കാണുമ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് കൂടുതലും റീഹാബിലിറ്റേഷൻ ആവശ്യമുള്ള പേഷ്യൻസാണ്. അത് ലോങ് ടൈം പേഷ്യൻസാണ്. ഒരു ക്യൂർ എന്നൊരു ആസ്പെക്റ്റിനേക്കാളും കൂടുതൽ രോഗാവസ്ഥ ഒരു പരിധിവരെയെങ്കിലും കൺട്രോൾ ചെയ്ത് നിർത്തി ഫാമിലിക്കും സൊസൈറ്റിക്കും ഒരു ബർഡൻ ആവാതെ നോക്കുക. ആ ഒരു ആസ്പെക്റ്റാണ് നമുക്കിവിടെ കൂടുതൽ നമ്മൾ ശ്രമിക്കുന്നത് തന്നെ. ക്യൂറേറ്റീവ് അല്ലെങ്കിൽ പൂർണ്ണമായും രോഗശമനം സാധ്യമല്ലാത്ത ഒരു ഗ്രൂപ്പ് പേഷ്യൻസാണ് ശരിക്കും നമുക്കിവിടെ മരിയസദനത്തിലുള്ളത്. അതുതന്നെയാണ് അതിൻ്റെ നമ്മുടെ ഈ മരിയസദനം നടത്തിക്കൊണ്ട് പോകുന്ന സന്തോഷേട്ടൻ ഉൾപ്പെടെ എല്ലാവരുടെയും ഒരു വലിയൊരു ചലഞ്ചും അത് തന്നെയാണ്. ഒരു ക്യൂർ പോസിബിൾ അല്ല. ഇവരുടെ രോഗാവസ്ഥ തന്നെ നമ്മൾ മാക്സിമം മരുന്നുകളൊക്കെ കൊടുത്താലും പലപ്പോഴും പേഷ്യൻസ് ചിലപ്പോൾ അജിറ്റേറ്റഡ് ആവും, ചിലർ ഇറങ്ങി ഓടാറുണ്ട്, ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാറുണ്ട്. സോ ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന ആ ഒരു ബർഡൻ, കെയർ ഗീവർ ബർഡൻ എന്ന് പറയും നമ്മളത്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും ഒരുപാട് ടൈം എഫർട്ടും ഇതിലേക്ക് ഇട്ടാണ് ഒരു ഹ്യൂമാനിറ്റേറിയൻ ആംഗിളിൽ നോക്കിയാണ് ഈ ഒരു സ്ഥാപനം നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചത് മെഡിക്കൽ കോളേജ് ഗാന്ധിനഗർ കോട്ടയാണ്. പിന്നെ ഞാൻ 6 മാസം ജോൺസൺ മെഡിക്കൽസിൽ ട്രെയിനി ആയിട്ട് ജോലി ചെയ്തു. പിന്നെ അങ്ങനെ 2-3 മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്തതിന് ശേഷമാണ്
2010 ഞാനിവിടെ വന്നു ചേരുന്നത്. മരിയസാനത്തിൽ 5 വർഷമായിട്ട് ഞാനിവിടെ ഉത്തരവാദിത്തോടുകൂടി ജോലികൾ ചെയ്യുന്നുണ്ട്. മെഡിസിന് അറേഞ്ച്മെൻറ്റ്, ഇഷ്യൂ, പിന്നെ മെഡിസിൻ റീഫില്ല്, എല്ലാ മെഡിസിൻസും എടുത്തു കൊടുക്കുന്നുണ്ട്. മെഡിസിൻ്റെ ലിസ്റ്റ് എഴുതുന്നുണ്ട്, സ്റ്റോക്ക് എഴുതുന്നുണ്ട്, മെഡിസിന് എടുക്കാനുള്ള എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ 1 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുക. ഇവിടെ പേപ്പർ ബാഗിൻ്റെ ഇൻചാർജ് എനിക്കാണ്. അപ്പം ഇവരെല്ലാവരും പേഷ്യൻസ് തന്നെയാണ്. മെൻ്റലി റീഹാബിലിറ്റേഷൻ ആവശ്യമുള്ള പേഷ്യൻസ് ആണ് ഇവരെല്ലാവരും. ഇവർക്ക് ഒരു തെറാപ്പി എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1.5-2 വർഷത്തോളമായി. ഞാനിവിടെ വന്നതിന് ശേഷം ഞാനാണ് ഏറ്റെടുത്തത്. പിന്നെ നമുക്ക് വേണ്ട മിഷനറീസും സാധനങ്ങളൊക്കെ റോട്ടറി ക്ലബ്ബ് പോലെയുള്ള ആൾക്കാർ നമുക്ക് സ്പോൺസർ ചെയ്ത് തരുന്നതാണ്. സോ ഇവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റും ഒരു ചെറിയൊരു വരുമാനം എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നല്ല രീതിയിൽ റൺ ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ഞാനിവിടെ വന്നിട്ട് ഒരു 15 ദിവസമായി. ഇവിടെ വന്ന് എനിക്ക് ഹാപ്പിയാണ്. തിരിവുണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമാണ് തിരിവുണ്ടാക്കാനും എല്ലാ പണി ചെയ്യാനായിട്ട് ഞങ്ങൾ സന്തോഷമാണ്. ഇവരുടെ റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് ഫ്ലോർ മാറ്റ് മേക്കിംഗ്. ഇതിവിടെ ചെയ്യുന്നത് ഇവർ തന്നെയാണ്. ഇതിലൂടെ ഇവർക്കൊരു മാനസികമായിട്ടൊരു സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ഇത് നമ്മൾ പിന്നെ എടുത്തിട്ട് നമ്മളിതുപോലെ കൈ കൊണ്ട് തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ ചെയ്തെടുക്കുന്നതാണ്. ഇത് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ചൊവ്വാഴ്ച ദിവസം നമുക്കിവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട് മുണ്ടാങ്കൽ പള്ളിയിൽ. അപ്പം അവിടെ കൊണ്ടുപോയി നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ വന്നിട്ടും ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്യുന്നവരുമുണ്ട്. എൻ്റെ പേര് മേഴ്സി. നോപ്പോൾ എന്ന് എല്ലാവരും വിളിക്കും. ഇവിടെ എല്ലാം അറിയുന്ന നോപ്പോൾ എന്നാണ്. 10 വർഷമായി ഞാനിവിടെ ജോലിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ട്. 4-5 പേരുണ്ട് ഇവിടെ സ്ഥിരമായിട്ട്. പിന്നെ അവിടെയുള്ള പിള്ളേർ തന്നെ തയ്ക്കാൻ വരുന്നത്. അവർക്ക് തയ്ക്കാനൊക്കെ നല്ല സന്തോഷമാണ്. ഞാൻ വെട്ടി കൊടുത്താൽ മതി, എല്ലാം തയ്ച്ചോളും. നൈറ്റിയും ചുരിദാറ്, ബ്ലൗസ്, ഉടുപ്പ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ തയ്ക്കുന്നത്. പുറത്ത് നല്ല തയ്യലുകളൊക്കെ കിട്ടാറുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് പോകുന്നു. പാലാ മരിയാസദനം എന്ന് കേട്ടാൽ അറിയാത്ത മനുഷ്യരില്ല. നമ്മുടെ ഈ സമൂഹത്തിൽ ഏതൊരു മനുഷ്യനും വേദന അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യനെയും കാത്തു സൂക്ഷിച്ച് ഒരു മനുഷ്യനാണ് സന്തോഷ് മരിയാസദനം. അത് അങ്ങനെയുള്ള ഒരു വ്യക്തിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ ഈ ലോകം നിന്നു പോകാതെ മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ പാലാ മരിയാസദനത്തിൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർമാരോട് ഒത്തുമാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ സ്ഥാപനത്തെക്കുറിച്ചും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും കൂടുതലായി അറിയാം. അതുപോലെ തന്നെ ഈ ഭവനം അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തികമായും അല്ലാതെയൊക്കെയുണ്ട്. അപ്പോൾ പറ്റുന്ന ഒരു സഹായം നമ്മുടെ പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യിക്കണം. അതുപോലെ ഞങ്ങൾ തെർനാടുപുര പഞ്ചായത്ത് പോലെ തന്നെ ഈ പ്രദേശ ചുറ്റുപാടുള്ള പാലാ മുനിസിപ്പാലിറ്റി അതുപോലെയുള്ള ഒത്തിരി പഞ്ചായത്തുകൾ ഈ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ ഫണ്ട് ശേഖരിക്കുന്നതിന് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഈ സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം ആര് വന്ന് ചോദിച്ചാലും വഴി കിടക്കുന്നവരെയും വേദന അനുഭവിക്കുന്നവരെയും മാനസിക വിഭ്രാന്തി ഉള്ളവരെയും എല്ലാം സംരക്ഷിക്കുന്നതിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് എന്നും നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രദേശത്തും ഇങ്ങനെയുള്ള ഇവിടുന്ന് മാനസിക വിഭ്രാന്തിയിൽ ഉള്ള ആൾക്കാർ ഒരു പരിധിവരെ രോഗം വിട്ടു മാറിക്കഴിയുമ്പോൾ പല പ്രദേശത്തും ഹോം എഗെയിൻ, ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ്, ആ തിരിച്ചുവരവിനായിട്ട് 4-5 പേരെയൊക്കെ വീതം ഓരോ ഭവനത്തിൽ താമസിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യുന്ന വിവിധ ഇതുപോലെയുള്ള ഭവനങ്ങളുണ്ട്. എൻ്റെ വാർഡിൽ തന്നെ 2 ഭവനങ്ങൾ ഇതുപോലെയുണ്ട്. അപ്പോൾ തീർച്ചയായും മരിയാസദനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നാം കാണേണ്ടതാണ്.
നമ്മളിൽ ഇടയിൽ, നമ്മൾ ജീവിക്കുന്ന ഇടയിൽ സാമ്പത്തികമായും അല്ലാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന വളരെയധികം ആൾക്കാരുണ്ട്. അവരിലേക്കാൾ കൂടുതലായിട്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹം ആണ് ഈ മരിയാസദനം. അതിന് നേതൃത്വം നൽകുന്ന സന്തോഷിനെയും അതുപോലെ ആ കുടുംബത്തെയും അതിനോടൊന്ന് ഒത്തുചേർന്ന് നിൽക്കുന്ന പലരുമുണ്ട്. സാമ്പത്തികമായും അല്ലാതെയൊക്കെ സഹായിക്കുകയും ചെയ്യുന്ന നല്ല ചെറുചെറുക്കുള്ള ചെറുപ്പക്കാർ വരെയുണ്ട്. അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ. 99 ജഗദീഷ് ശ്രീകുമാർ സിനിമാ താരം മരിയസാനത്തിൽ വന്നു. ഒരു ഷൂട്ടിങ്ങിന് വന്ന വഴിയാണ്. അതായത് എന്നെ കണ്ടപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ്, ഇവന്മാരെ ഇങ്ങനെ വെറുതെ ഭക്ഷണം കൊടുത്ത് കിടത്തരുത്, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം. പിന്നീട് അദ്ദേഹം വന്നൊരു സമയത്ത് ഇവർ ഹാർമോണിയൊക്കെ വെച്ച് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ പറയും നിങ്ങൾക്ക് ഒരു ഗാനമേള ട്രൂപ്പായിട്ട് പള്ളിയിൽ അച്ഛനോട് പറഞ്ഞിട്ട് പെരുന്നാളിലൊരു പ്രോഗ്രാം ചെയ്യാൻ തന്നെ. അപ്പോൾ അന്നൊക്കെ ചോദിച്ചിട്ടൊന്നും അങ്ങനെ ഒരു സാധ്യതയില്ല. അൽഫോൻസ കോളേജിൽ ആദ്യമായിട്ട് 2002 ഒരു ഗാനമേള അവതരിപ്പിക്കാൻ ദൈവടയാക്കി. അത് കണ്ട് പലർ വിളിച്ചു. അങ്ങനെ 2006 ആയപ്പോഴേക്കും ലിംക ബുക്സ് ഓഫ് റെക്കോർഡിൽ അവർ അന്വേഷിച്ച് വന്ന് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ പ്രൊഫഷണലായിട്ടുള്ള നാടക ട്രൂപ്പും ഗാനമേളയൊക്കെ ഉണ്ട് എന്നുള്ളൊരു റെക്കഗ്നീഷൻ നമുക്ക് തരികയും ചെയ്യും. പിന്നീട് 2006 ആണ് ആദ്യമായിട്ട് ഞാനൊരു വിദേശയാത്ര നടത്തുന്നത്. ഗ്രീസിൽ ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് അസോസിയേഷൻ ഫോർ സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ മീറ്റ് ദ എക്സ്പേർട്ട് സെക്ഷനിൽ തന്നെ നമുക്കൊരു സ്പേസ് അവർ തന്നു. അവിടെ പോയി ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ സാധിച്ചു. അതിന് ഒത്തിരി ആളുകളുടെ സഹായം, ഡോക്ടർ അനീഷ് കെആർ, ഡോക്ടർ മുരളി, ഡോക്ടർ വി കെ രാധാകൃഷ്ണൻ, ഇവരുടെയൊക്കെ സപ്പോർട്ടുകളുണ്ട്. പിന്നെ തുടക്കകാലം മുതൽ ഒരു സൈക്കാട്രിസ്റ്റ് നമ്മുടെ നെയ്ബറായിട്ടുണ്ട്, ലോക പ്രശസ്തനായ ഡോക്ടർ റോയ് ഇബ്രാഹിം കള്ളിവേലിലാണ്. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു ഇവരെ പ്രോപ്പറായിട്ട് ചികിത്സിക്കണം, അതിൻ്റെ രേഖകൾ നഷ്ടപ്പെടുത്താതെ കൈവെക്കണം. അങ്ങനെയൊക്കെ ഡോക്യുമെൻറ്റേഷനും അറ്റൻഡൻസും ഒക്കെ അപ്പം തന്നെ തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ നമുക്ക് ഇങ്ങനെയുള്ളവരുടെ ഉപദേശങ്ങൾ. എനിക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും വിദ്യാഭ്യാസം ഉള്ളവരുടെ കോൺട്രിബ്യൂഷനാണ് അതൊക്കെ. അങ്ങനെ അവർ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിൽ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചു. പിന്നീട് എനിക്ക് തോന്നുന്ന 6 രാജ്യങ്ങളിൽ ഈ ഇതുപോലെയുള്ള സംഘടനകളുടെ പ്രതിനിധിയായി, സൗത്ത് ഏഷ്യ റീജിയൻ എൻ്റെ ഏക പ്രതിനിധിയായിട്ടാണ് ഞാൻ അവസാനം ബുക്കാറസ്റ്റിൽ റൊമാനിയയിൽ പോയി ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ സാധിച്ചത്. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാക്ഷാത്കാരങ്ങളാണ്. ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ പോയതെല്ലാം മീറ്റ് ദ എക്സ്പേർട്ടിലാണ്. ലാസ്റ്റ് പോയത് ഡോക്ടേഴ്സൊക്കെ പോകുന്ന പോലെ ഇൻവൈറ്റഡ് സ്പീക്കേഴ്സ് എന്നുള്ളൊരു ഇതിൽ ഡോക്ടർമാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. അപ്പം അങ്ങനെ പോയി ഈ നമ്മുടെ ഇന്ത്യയിലെ അഗതികളെ അനാഥരെയും പ്രതിനിധീകരിച്ച് പോകാനായിട്ട് സാധിച്ചു. ഇതെല്ലാം ദൈവവചനത്തിൻ്റെ നിറവേറലാണെന്ന് മനസ്സിലാക്കുന്നു.